ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ധൈര്യമായിട്ടും ഇരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളുടെ ലൈഫിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും അത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും മറ്റുള്ളവരുടെ കണ്ണിൽ, പക്ഷേ പേഴ്സണലി നമുക്കത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ പോലും എനിക്കറിയില്ലായിരുന്നു. അതായത് എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ എപ്പോഴും ഒരു സപ്രസ്ഡ് ആയിട്ട് എല്ലാവരും ഇരുത്തിയ ഒരാളായിരുന്നു ഞാൻ. എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ അങ്ങനെ ഒരു ഫ്രീഡം ഒന്നും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആയി എനിക്ക് ഒരു അഭിപ്രായം സ്വന്തമായിട്ട് ഇല്ലാതെയായി. ഇവൻ ഒരു ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ പോലും എനിക്ക് എപ്പോഴും കൺഫ്യൂഷനായിരുന്നു. എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു ഇത്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെയൊക്കെ വേണം, എനിക്ക് കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ പവർഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് കാരണം എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുപാട് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ മെൻ്റലി നമ്മൾ സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും താഴ്ത്തിക്കെട്ടാൻ മാത്രമേ ശ്രമിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരാളായിരുന്നു ഞാൻ, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും അതാണ് ശരി അല്ലെങ്കിൽ അതാണ് കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ രീതിയിൽ പോയിരുന്ന ആളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നോട് ആരെങ്കിലും മോശമായിട്ടൊന്ന് സംസാരിച്ചോ, എന്നെ ഇനിയിപ്പോൾ തല്ലിയാലും, അതിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, എന്നോട് എത്ര മോശമായിട്ട് എന്നോട് എന്തൊക്കെ പെരുമാറിയാലും ഞാൻ അതിന് അതാണ് ശരി, അല്ലെങ്കിൽ ആരെന്ത് അടിച്ചാലും എന്ത് ചെയ്താലും അത് കൊണ്ടുവന്ന് നിൽക്കും. ഒന്നും ചിലപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഒന്ന് കരയാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വയ്യാഴികയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ മുള്ളു പോയി. അപ്പോൾ ഞാൻ ഭയങ്കര ഒച്ചത്തിൽ കരഞ്ഞു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മിണ്ടായിരിക്കും, എന്തിനാണ് കരയുന്നത് എന്നും പറഞ്ഞാൽ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ആ ഒരാൾ പറയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, തൊണ്ടയിൽ മുള്ളൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ആ വ്യക്തി തന്നെയാണ് ചോറ് കൊടുത്തതും തൊണ്ടയിൽ മുള്ള പോയതും. കുഞ്ഞ് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരമ്മ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും തൊണ്ടയിൽ മുള്ള പോയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ കുഞ്ഞ് തീരെ 2-2.5 വയസ്സൊക്കെ ഉള്ളൂ. എത്രമാത്രം ടെൻഷൻ അടിക്കും എനിക്ക് ഹസ്ബൻഡ് കൂടെ ഇല്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് കരയാണ്. എനിക്ക് എന്നെ ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. പക്ഷേ കൂടെയുള്ള ആൾക്കാർ പറയുന്നത് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ കുഞ്ഞ് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നുമുണ്ട്. അപ്പം ഞാൻ കരഞ്ഞപ്പോൾ എന്നെ അവിടെ കരഞ്ഞതിന് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എന്തൊരു അവസ്ഥയാണ് എന്ന് ഇപ്പോഴും ആ ഒരു അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ശ്വാസം മുട്ടുന്നു. ഞാൻ അന്നേരത്തെ എൻ്റെ ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പം. പക്ഷേ ഒരാൾ പോലും അന്നത്തെ എൻ്റെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്നോടൊരു കരുണ പോലും തോന്നാത്ത ആൾക്കാരായിരുന്നു എൻ്റെ ചുറ്റിനും ഉള്ളത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ESA കൊണ്ടുപോയപ്പം അവരവിടെ എടുത്തില്ല, തൊണ്ടയിൽ മുള്ളുണ്ട്, വലിയ മുള്ളാണെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. മെഡിക്കൽ കോളേജിൽ എമർജൻസിയിൽ കയറ്റിയിട്ട് അയലമീൻ്റെ വലിയൊരു മുള്ളാണ് തൊണ്ടയിൽ നിന്ന് എടുത്തത്. അപ്പം അങ്ങനെ ഉള്ള അനുഭവങ്ങൾ നമുക്ക് അമ്മമാർക്കൊരു ട്യൂഷൻ തോന്നും. പക്ഷേ അത് മനസ്സിലായിട്ടും എനിക്കതനുസരിച്ചിട്ട് കാര്യങ്ങൾ പറയാനോ ശബ്ദിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അത്രയും സപ്രസ്ഡ് ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു ചുറ്റിനും. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഓരോ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ശ്വാസം മുട്ടും. ഞാൻ എങ്ങനെ അതിനെയൊക്കെ സർവൈവ് ചെയ്തിരുന്നു എന്നുള്ളത്. സെയിം ടൈം എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും തോന്നും ചില സമയം. ഞാൻ കുറേ കൂടിയൊക്കെ നേരത്തെ എനിക്ക് ഈ ഒരു തിരിച്ചറിവ് എന്നുള്ളൊരു കാര്യം ഉണ്ടാക്കിയെടുക്കാമായിരുന്നല്ലോ എന്ന്. ഞാൻ എന്തിന് ഇങ്ങനെ ഫൂളിഷ് ആയിട്ടുള്ള ആൾക്കാരെ, അതായത് ഒരു ബോധവുമില്ലാത്ത ഇങ്ങനെയുള്ള ആൾക്കാരെ പേടിച്ച്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾക്കൊന്നും ഞാൻ ഒരു വിലയില്ലാതെ ഞാൻ എന്തിനങ്ങനെ ആക്കി, എൻ്റെ തെറ്റ് തന്നെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഞാൻ മാറണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എന്നെ മാറ്റിയെടുക്കാനുള്ള മെത്തേഡ്സ് എന്താണെന്നുള്ളത് ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ അതിലുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ ഒരുപാടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കാതെ നമ്മളെ തന്നെ പുറത്തേക്ക് ആക്കിയെടുക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്വയം ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ എന്നെ തന്നെ ഗ്രൂം ചെയ്തെടുക്കാൻ തുടങ്ങി. അപ്പോൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്ത് ഡ്രസ്സ് വേണം എന്നുള്ളത് ഞാൻ സ്വയം തീരുമാനിച്ച് എടുക്കാൻ തുടങ്ങി. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അയ്യോ, നേരാണ്, എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പതുക്കെ ഞാൻ എന്നെ അങ്ങനെ ആക്കി എടുക്കാൻ തുടങ്ങി.
ഫൈനലി ഇപ്പോൾ എനിക്ക് എന്ത് വേണം എന്നുള്ളത് കറക്റ്റായിട്ട് ഒരാളും എന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അത് വേണം ഇത് വേണ്ട എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. ഇപ്പം എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഒന്നല്ല 10 ഡ്രസ്സ് വേണമെങ്കിലും എനിക്ക് തീരുമാനിക്കാൻ പറ്റും. അതുപോലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എനിക്ക് ഗ്രോത്ത് ഉണ്ടായി. അപ്പം എന്നെ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു ഇൻട്രോവേർട്ട് ആക്കി വെക്കുന്ന ചില ആളുകളുണ്ട്. ഒരാൾ ഇപ്പോൾ ഇച്ചിരി ഡൗൺ ആണ്, അല്ലെങ്കിൽ ആൾ ഇച്ചിരി സൈലന്റ് ആണ്, ഇച്ചിരി പാവമാണെന്ന് കണ്ടിട്ടാണെങ്കിൽ അവരെ വീണ്ടും സപ്രസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോയാൽ വീണ്ടും അങ്ങനെ ഇരുത്തി ആക്കാനേ ആളുകൾ ശ്രമിക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതിൽ നിന്ന് പുറത്തു വരണം. ആ ഒരു ഷെല്ലിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെ ആയി കഴിയുമ്പം, അല്ലെങ്കിൽ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, നമുക്കൊന്ന് ശ്വാസം വിടാനുള്ള, ഈ മറ്റേ ഉയരെ എന്നുള്ള ഒരു സിനിമയിൽ കേട്ടിട്ടുണ്ട്, എനിക്കൊന്ന് ശ്വാസം വിടണം എന്നുള്ളത്, ആ ഒരു ഫീൽ, അതാണ് എക്സാക്ട്ലി ഒരു വേർഡ് പറയാൻ ഉള്ളത്. അപ്പം ആ ഒരു ഫീലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നമുക്ക് ഫ്രീഡം വേണം, അല്ലേ? ഫ്രീഡം നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ, ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോലും അറിയില്ലാത്ത അല്ലെങ്കിൽ പറ്റുമല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ മാറ്റിയെടുക്കണം. നമ്മളുടെ പേഴ്സണലി ഉള്ളൊരു ഗ്രോത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ എനിക്ക് മാറ്റം ഉണ്ടാവണം, എനിക്കൊരു ചേഞ്ച് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ എപ്പോൾ ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചെടുക്കുന്നോ അപ്പോൾ തൊട്ട് നമ്മുടെ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ആ ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ബുക്ക്, നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ബുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിലേക്ക് നമ്മുടെ ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി, അതിൽ പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ചെയ്യാം, പലതായിട്ട് തിരിക്കാൻ പറ്റും. കരിയർ വൈസ്, ഇപ്പോൾ ഹെൽത്ത് വൈസ്, പിന്നെന്താ ഫിനാൻഷ്യലി, അങ്ങനെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഇതിലും നമുക്ക് ഓരോ വിഷ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ അങ്ങനെ എഴുതണം. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് സാധിക്കും. ഈ എഴുതി വെക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവനെ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് പഠിക്കുക എന്നുള്ളത്. എനിക്ക് എന്ത് വേണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്ല, അതുവരെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളവിടെ ഒരു ഫെയിലിയർ തന്നെയാണ്. അപ്പം എൻ്റെ അങ്ങനെയുള്ള കുറേ സ്റ്റോറീസ്, എനിക്ക് ഒത്തിരി സ്റ്റോറീസ് അങ്ങനത്തെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ എനിക്കത് വേണ്ട, എനിക്ക് അതിൽ ഓക്കെ അല്ല ഞാൻ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്, എന്നോട് ഈ മോശമായിട്ട് പെരുമാറരുത് എന്ന് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കത് പറയാൻ പറ്റണം. നോ പറയാൻ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല എന്ന് തന്നെ ആരോടായാലും മുഖത്ത് നോക്കി പറയാനുള്ള വേർഡ്സ് ഉണ്ടായിരിക്കണം. അപ്പം മാത്രമേ നമുക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനാണെന്ന് തന്നെ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നീഡാണ്. പക്ഷെ പലരും പെണ്ണുങ്ങളായാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് വളർത്തുന്ന മാതാപിതാക്കളാണ് ചുറ്റിനും. അങ്ങനെയുള്ള മക്കളാണ് അവസാനം പോയി ഓരോ കാര്യങ്ങളിൽ ചാടുന്നതും. ഇപ്പൊ ഈ ഇടയ്ക്കാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്നതല്ലേ, സൂയിസൈഡലായിട്ടുള്ള ന്യൂസുകൾ ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ വീക്കായിട്ടുള്ള സെക്ഷനിലുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ എനിക്ക് സ്ട്രോങ് ആവണം എന്ന് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയേനെ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു സിറ്റുവേഷനെയൊക്കെ വളരെ കളിയാക്കിയും നിസ്സാരമാക്കിയും ഇപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ അവർക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടി പോകുന്ന ഒരാളെയും ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുത്. ആർക്കെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കണം, നമ്മൾ അവർക്കൊരു ആശ്വാസം കൊടുക്കണം എന്നുള്ളതാണ്. ഞാനത് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. കാരണം ഞാൻ അങ്ങനെയുള്ള പല സിറ്റുവേഷനോടെ മുന്നോട്ട് പോയിട്ടുള്ളത് കൊണ്ട് എനിക്കത് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അനാവശ്യമായിട്ട് ഒരാളെയും നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനോ കടന്നാക്രമിക്കാനോ
ഒന്നിനും സമ്മതിക്കാതിരിക്കുക കേട്ടോ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെയാണ്. അപ്പം നമ്മൾ എന്തിലൂടെ പോകുന്നു, നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ മെൻ്റൽ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പുറമേ നിൽക്കുന്നവർക്ക് എന്തും പറയാം, പക്ഷെ നമ്മൾ എന്തിലൂടെ പോകുന്നു, നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ അത് കണ്ടറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കേണ്ടതും കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതും അതിനുള്ള ധൈര്യം വേണ്ടതും ഒക്കെ നമുക്ക് തന്നെയാണ്. അതിൽ വേറെ ഒരാളെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഗട്ട്സ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നല്ലൊരു ആറ്റിറ്റ്യൂഡും നമുക്ക് നല്ലൊരു പേഴ്സണലി നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആവണം. നമ്മൾ വളരെയധികം സ്ട്രോങ് ആണ്. സ്ത്രീകളെന്ന് പറയുന്നത് ഓരോ ദിവസവും കഴിയും തോറും നല്ല രീതിയിൽ സ്ട്രോങ് ആവുക, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവുക, സെൽഫിഷ് ആവരുത്. ഈ നനഞ്ഞിടം തന്നെ കുഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആവാതെ ഇരിക്കുക. ഒരാൾക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അയാളൊന്ന് ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ ഒരു ഹ്യൂമാനിറ്റിയാണ്. അങ്ങനെ മനസ്സുള്ള ആൾക്കാരെ മാത്രം കൂടെ ചേർത്ത് വയ്ക്കുക. മനസ്സാക്ഷിയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ആൾക്കാരെ മാത്രം കൂടെ നിർത്തുക. സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നിന്ന് അകറ്റി വിടുക. അതാണ് ഏറ്റവും നല്ലത്, നമുക്ക് നല്ലത്.